ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 36-37 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്, ഉണർന്നിരിപ്പിൻ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. ഈ കാലഘട്ടം ഏറ്റവും ഉണർന്നിരിക്കേണ്ട കാലഘട്ടമാണ്. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏറി വരുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണഭയം ഇന്ന് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം തിരിച്ചറിയണം, മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം മരണത്തിന് ആയി ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. അതുമാത്രമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ആ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുന്നത് ന്യായവിധിയിലൂടെയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം നമുക്കൊരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, വാളിനെ പേടിപ്പിൻ, ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടാണ് മരണത്തെയും മരണത്തിനപ്പുറമുള്ള ന്യായവിധിക്കുമായിട്ട് ഉണർന്നിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നത്? അതിൻ്റെ കാരണം ഇതാണ്, അതൊരു വാളാണ്. നമുക്ക് വരാൻ പോകുന്നൊരു വാളാണ്. അത് ക്രോധത്തിൻ്റെ വാളാണ്. അത് മനുഷ്യൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ക്രോധത്തിൻ്റെ വാളാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ ന്യായവിധിയിലൂടെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലവും, തിന്മ ചെയ്താൽ തിന്മയുടെ പ്രതിഫലവുമാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇതിൽ ഒരു മനുഷ്യനും ഒഴിവുകഴിവില്ല. ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം ദൈവം നൽകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന രഹസ്യമാണ്. അപ്പം നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ്. ദൈവമില്ല എന്ന് പറഞ്ഞാലും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും, യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അതിനെ വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് യേശുവിനെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തി, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും എല്ലാവരും മുഴങ്കാൽ മടക്കിയും യേശു കർത്താവിൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതായത് ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും എല്ലാവരും
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ ഈ ന്യായവിധിയിൽ നാം നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകം തുറന്നു, ജീവൻ്റെ പുസ്തകം തന്നെ മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുമുണ്ടായി. പത്മോസിൻ്റെ ദ്വീപിൽ ആത്മവിവശനായ യോഹന്നാൻ ശ്ലീഹായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗീയ മർമ്മങ്ങളാണ്. അതായത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മരിച്ചവർ ഈ ലോകത്തിൽ എങ്ങനെ മരിച്ചവരാണെങ്കിലും, അകാരണമായി മരണം പ്രാപിച്ചവർ, കൊല്ലപ്പെട്ടവർ, ആത്മഹത്യ ചെയ്തവർ, സ്വാഭാവിക മരണം പ്രാപിച്ചവർ, എങ്ങനെ മരിച്ചാലും മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. യോഹന്നാൻ ശ്ലീഹ ഒരു കാഴ്ച കാണുകയാണ്. ആബാലവൃദ്ധം മരിച്ചവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്കും തിന്മ പ്രവൃത്തിക്കും അവനവന് ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകാനായിട്ട് ദൈവം ഒരു സിംഹാസനത്തിന് മുമ്പിൽ നമ്മെ നിർത്തും. അവിടെ ഒരു പുസ്തകം തുറക്കും. നമ്മെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ദൈവമായ കർത്താവ് നമ്മെ വായിച്ച് കേൾപ്പിക്കും. അതായത് ഒരു കോടതിയുടെ മുമ്പാകെ, ഒരു ജഡ്ജിയുടെ മുമ്പാകെ വിസ്താരത്തിനായി ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുന്നിൽ, ന്യായപീഠത്തിൻ്റെ മുന്നിൽ, ന്യായവിധിയുടെ മുന്നിൽ, സിംഹാസനത്തിന് മുമ്പിൽ മരിച്ച ഒരു മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് ദൈവവചനം സാക്ഷ്യം നൽകുന്നു. അതുകൊണ്ട് മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് നാം ചിന്തിക്കരുത്. ചിലർ ചിന്തിക്കും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെക്കൊണ്ട് ആർക്കും ഭാരമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ടതയും വേദനയും ദുഃഖവും ദുരിതവും ഞാൻ അനുഭവിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തി, എളുപ്പം മരിക്കാൻ വേണ്ടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന അനേകം വ്യക്തികൾ. തിരിച്ചറിയണം, നീ എങ്ങനെ മരിച്ചാലും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ ദൈവം നമ്മെക്കുറിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തിന്മയായതും നന്മയായതും എഴുതി വച്ചിരിക്കുന്നൊരു പുസ്തകം തുറക്കുകയും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ദൈവം നമുക്ക് ന്യായവിധി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഈ ഒരു സത്യം നാം തിരിച്ചറിയണം. യോഹന്നാൻ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിന് മുമ്പാകെ മരിച്ചവർ നിൽക്കുമെന്നുള്ള സത്യമാണ്. ആ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നത് ആരാണ്? കർത്താവായ യേശുക്രിസ്തു പറയാണ്, ആ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് ആ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തി അങ്ങനെ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും എല്ലാവരും യേശുവിൻ്റെ മുമ്പാകെ, യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുകയും യേശു കർത്താവെന്ന പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മരണത്തോടുകൂടി തീരുന്നതല്ല നമ്മുടെ ജീവിതം. മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി
നാം ചെയ്ത നന്മ പ്രവൃത്തികൾക്കും തിന്മ പ്രവൃത്തികൾക്കും തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ന്യായവിധിയാണെന്ന് തിരിച്ചറിയണം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 30, 31, 32, 31 വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഇവിടെ വചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു സകല വിശുദ്ധ ദൂതന്മാരുമായി അവൻ വെളിപ്പെടുമ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആ സമയം സകല ജാതികളും, ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല, സകല ജാതികളും അവൻ്റെ മുമ്പാകെ കൂടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് തൻ്റെ ഇടത്തും വലത്തും നിർത്തുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. അപ്പോൾ ഒരു വേർതിരിവ്, മരണത്തിന് ശേഷം ഒരു വേർതിരിവുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിനനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്ന, നമ്മെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് തിരിച്ചറിയണം. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറഞ്ഞു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മരണത്തിന് ശേഷം നമ്മെ ന്യായം വിധിക്കാനാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ലഭിക്കുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങണം. ന്യായവിധിക്ക് വേണ്ടി നാം ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. ന്യായവിധിക്ക് ശേഷം ഒരു മനുഷ്യന് ഒന്നല്ലെങ്കിൽ ആത്മീയമായ മരണം, അതായത് രണ്ടാമത്തെ മരണം, അല്ലെങ്കിൽ നിത്യമായ ജീവിതം, അതായത് സ്വർഗരാജ്യം. ഇതിൽ നമുക്ക് ഏതായിരിക്കും ദൈവം നമുക്ക് നൽകാൻ പോകുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതത്തിന് തക്കവണ്ണം പ്രതിഫലം നൽകുന്നു ന്യായവിധിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആത്മീയമായ മരണം, ആത്മാവിൻ്റെ മരണം, അതായത് രണ്ടാമത്തെ മരണം. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മരണമുണ്ട്, അത് ശാരീരികമായ മരണമാണ്. എന്നാൽ ന്യായവിധിക്ക് ശേഷം പാപം ചെയ്ത ഒരു മനുഷ്യന് ലഭിക്കുന്ന മരണമാണ് രണ്ടാമത്തെ മരണം. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഈ മരണമെന്ന് പറയുന്നത് ശാരീരികമായ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ്. യാക്കോബ് 1:15 പറയുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ പാപം അവനെ രണ്ടാമത്തെ മരണമായ ആത്മാവിൻ്റെ മരണത്തിന് കാരണമായിത്തീരുന്നു. റോമലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും വന്നിരിക്കുന്നു. പാപം മൂലം സകല മനുഷ്യരിലും മരണം വന്നു. ഈ മരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ മരണമാണ്, ആത്മാവിൻ്റെ മരണം. വീണ്ടും എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ചു, ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊക്കെയും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. ഈ മരണം എന്ന് പറയുന്ന ആത്മാവിൻ്റെ മരണമാണ്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? നീതിമാനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. വിശുദ്ധ ജീവൻ നയിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ, ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതായത് ഈ ഭൂമിയിൽ
നന്മയും തിന്മയും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നീതിമാനാണ്. നീതിമാൻ തൻ്റെ നീതി വിട്ട് തിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ, അതായത് ഒരു വിശുദ്ധൻ, ഒരു നീതിമാൻ, ഒരു സത്യക്രിസ്ത്യാനി പാപം ചെയ്താൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊന്നും കണക്കിടുകയില്ല. അതായത് ഈ ഭൂമിയിൽ നീ എത്രമാത്രം നന്മ പ്രവൃത്തി ചെയ്തു, എത്രമാത്രം വിശുദ്ധ ജീവൻ നയിച്ചു, എന്നാൽ ആയുസ്സിൻ്റെ തികവിൽ, അതായത് മരണത്തോടടുക്കുന്ന നിമിഷം നാം പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പിശാചിൻ്റെ കയ്യിലൊരു ഉപകരണമായി നിത്യ മരണത്തിലേക്ക് നാം വീണു പോകുന്നുവെങ്കിൽ, ന്യായവിധിയിൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ മരണമായ ആത്മാവിൻ്റെ മരണമാണ് എന്ന് തിരിച്ചറിയണം. അതായത് നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച് അവസാനം മരണത്തോടടുക്കുന്ന സമയം മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിൽ ലോകത്ത് മാറ്റപ്പെട്ടാൽ ആ വ്യക്തി നിത്യജീവൻ അവകാശമായി. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും ദൈവരാജ്യം അവകാശമാക്കും. ആരോടെ പറയുന്നത്? വിശുദ്ധ ജീവിതം നയിക്കുന്ന, നീതിമാന്മാരായി ജീവിക്കുന്ന ചില വ്യക്തികളോട് ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങളെക്കാൾ മുമ്പേ വേശ്യകളും ചുങ്കക്കാരും ദൈവരാജ്യം, സ്വർഗരാജ്യം അവകാശമാക്കും. അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ മരിച്ചു എന്നാണ് ദൈവം നോക്കുന്നത്. എന്താണ് ഈ ആത്മാവിൻ്റെ മരണം എന്ന് പറയുന്നത്? രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിന് വ്യക്തമായത് വെളിപ്പെടുത്തുന്നുണ്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതായത് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധി ലഭിക്കുന്ന പ്രതിഫലമാണ് രണ്ടാമത്തെ മരണമായ ആത്മാവിൻ്റെ മരണമായ നിത്യ നരകാഗ്നി, നിത്യമായ തീപ്പൊയ്ക. നമുക്കറിയാം, ഈ നരകത്തിൽ പോകാൻ പിശാചിന് ഇഷ്ടമല്ല. ലഘുവൻ ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് 6000-ഓളം ദുർഭൂതങ്ങൾ കുടികൊള്ളുന്ന മനുഷ്യനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ യേശു ആഗ്രഹിച്ചപ്പോൾ പിശാചുക്കൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. പിശാചിന് പോലും നരകത്തിൽ പോകാൻ, പാതാളത്തിൽ പോകാൻ ഇഷ്ടമല്ല. കാരണം അവിടെ തീയാണ്, തീ പൊയ്കയാണ്. പിശാചിന് പോലും പോകാൻ ഇഷ്ടമല്ലാത്ത ഈ നിത്യമായ നരകത്തിലേക്കാണ് പാപിയായ മനുഷ്യൻ, പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ ന്യായവിധിയിലൂടെ നിത്യമായ മരണമായ രണ്ടാമത്തെ മരണമായ തീപ്പൊയ്കയിൽ ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാം ഉണർന്നിരിക്കണം. നമുക്കൊരു മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഉണർന്നിരിക്കണം. യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൽ 6-ാം വാക്യത്തിൽ പറയുന്നു, പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതെ ഇരിക്കുന്നു. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ നിത്യ നരകാഗ്നിയിൽ വെന്തെരിയുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവിൻ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടേണ്ട, പിശാചിനെ ഭയപ്പെടേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദേഹിയെയും ദേഹത്തെയും നിത്യ നരകത്തിൽ വെന്തെരിയാൻ നശിപ്പിപ്പാൻ കഴിയുന്നവനായ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഒരു മനുഷ്യൻ പാപം ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തെയോ ദൈവ ഭയമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദൈവഭയമില്ലാത്തത് കൊണ്ടുമാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത്. അതായത് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ആ ദൈവത്തോടൊരു ഭയം ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ പാപം ചെയ്യില്ല. നമുക്കറിയാം, മനുഷ്യനെ ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ രഹസ്യത്തിൽ പാപം ചെയ്യുന്നത്. ആരും കാണാതെ, ആരും അറിയാതെ പാപം ചെയ്യുന്നു. ജീവിത പങ്കാളി അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, മക്കളറിയാതെ, ആരും അറിയാതെ രഹസ്യമായി ഒരു മനുഷ്യൻ പാപം ചെയ്യാൻ കാരണം മനുഷ്യനെ ഭയമുള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടാലോ,
നാം തിരിച്ചറിയണം, ഈ ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നമ്മൾ പാപം ചെയ്യില്ല. എൻ്റെ ഈ ആത്മാവിനെ നിത്യ നരകത്തിൽ വെന്തിരിയുവാൻ നശിപ്പിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞാൽ, ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ അവൻ പാപം ചെയ്യില്ല. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചെങ്ങലിലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദൂതന്മാരെപ്പോലും ദൈവം, പാപം ചെയ്ത ദൂതന്മാരെപ്പോലും ദൈവം ന്യായവിധിയിലൂടെ നിത്യ നരകാഗ്നിയിലേക്ക് ദൈവം അയച്ചുവെങ്കിൽ മനുഷ്യനെ ദൈവം അവൻ്റെ പാപത്തിന് തക്കവണ്ണം ന്യായവിധിയിൽ നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് അയക്കുമെന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ നാം തിരിച്ചറിയണം, മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം ആ മനുഷ്യന് വേണ്ടി, അവൻ നിത്യമായ നരകത്തിൽ വെന്തെരിയാതിരിക്കാൻ വേണ്ടി ആ ദൈവം മനുഷ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയായി. ഈ സത്യം നാം തിരിച്ചറിഞ്ഞാൽ, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി എൻ്റെ യേശു എനിക്ക് പകരമായി കുരിശിൽ മരിച്ചു, അവൻ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി, ആ സ്നേഹമോർത്താൽ, അതായത് യേശു പഠിപ്പിച്ചു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഒരാൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നതാണ്. ഞാൻ ചെയ്ത പാപം മൂലം എൻ്റെ പാപത്തിന് പരിഹാരമായി, പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി എൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ബലിയായിത്തീർന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൽ മരിക്കാതിരിക്കാൻ വേണ്ടി പാപിയായ മനുഷ്യന് വേണ്ടി പാപപരിഹാര ബലിയായിത്തീർന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മുഖാന്തരം, ആ യേശുവിൻ്റെ ക്രൂശിലെ മരണമുഖാന്തരം, ആ ക്രൂശിലെ യാഗമുഖാന്തരം, അവൻ നമുക്ക് വേണ്ടി കുരിശിലൊഴുക്കിയ രക്തമുഖാന്തരം നമുക്ക് പാപമോചനമുണ്ട്. ആ പാപമോചനത്തിലൂടെ നമുക്ക് നിത്യരക്ഷയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ്. ആ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. അതായത് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിൽ വെന്തിരിയാതിരിക്കാൻ വേണ്ടി, പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മിൽ നിന്നെടുത്ത് നമുക്ക് ജീവൻ നൽകുവാൻ യേശു തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നു. അതിനെ പറയുന്നു, ദൈവപുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ്. ഒരു മനുഷ്യൻ്റെ മാംസത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ്. അതുകൊണ്ടാണ് രക്തം വാർന്നു പോയാൽ മരണം സംഭവിക്കും. രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നൽകണമെങ്കിൽ രക്തം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച് ജീവൻ ചോർന്നു പോകുന്ന, മരണം പ്രാപിക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നൽകുവാൻ വേണ്ടി യേശു കുരിശിൽ രക്തമൊഴുക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി കുരിശിൽ രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി രക്തമൊഴുക്കുകയാണ്. റോമലേഖനം 3:25 കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, മരണത്തോടുകൂടി തീരുന്നതല്ല ഈ ലോക ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യമായ നരകത്തിൽ, നിത്യമായ തീപ്പൊയ്കയിൽ നാം വെന്തിരിയും. അതുകൊണ്ട് ആ നിത്യ നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി പരസ്യമായി മുറിക്കപ്പെട്ടവനായി, രക്തമൊഴുകുന്നവനായി നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ആ യേശുവിൻ്റെ മുറിവിലേക്ക് സകല പാപങ്ങളും സമർപ്പിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ മരണത്തിന് ശേഷം ഒരു നിത്യജീവനുണ്ട്, നിത്യജീവിതമുണ്ട്. ആ നിത്യജീവിതം എവിടെയാണ്? എനിക്കായി ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയിൽ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിത്യമായ നരകമാണെങ്കിൽ ആ നിത്യ നരകന്ന്
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്ഷ പ്രാപിക്കാൻ ഇതാ ദൈവം നമുക്കൊരവസരം ഒരുക്കിയിരിക്കുകയാണ്. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ. ഞാനെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് എനിക്കറിയില്ല. എപ്പോൾ മരിച്ചാലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, യേശുവിൻ്റെ രക്തമുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്ന വചനപ്രകാരം കർത്താവ് ഞങ്ങൾക്കൊരു മരണമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് പാപത്തിനാണെങ്കിൽ അത് മുഖാന്തരം ന്യായവിധിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയാണ്, തീപ്പൊയ്കയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഈ നിത്യ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത്. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പരസ്യമായി അവിടെ നിന്ന് ഒഴുക്കുന്ന അവിടുത്തെ തിരുമുറിവിലേക്ക്, തിരുരക്തത്തുള്ളികളിലേക്ക് ഞങ്ങളുടെ പാപങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്ന് രക്തത്താൽ കഴുകണം. കർത്താവേ, എല്ലാ പാപ ശാപ രോഗബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തമുഖാന്തരം എല്ലാവർക്കും വിട നൽകണം. മരണഭയത്തിൽ നിന്നും മരണത്തിന് ശേഷമുള്ള ന്യായവിധിയിൽ നിന്നും എല്ലാവർക്കും നിത്യരക്ഷ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ, ഞങ്ങളുടെ പാപമോചനത്തിനും നിത്യരക്ഷയ്ക്കുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. Everybody